കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഐഡിയൽ ഫാമിലി അഥവാ മാതൃകാ കുടുംബം എന്നതാണല്ലോ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം. സമൂഹത്തിന്റെ കണ്ണിയാകുന്നു കുടുംബം. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപകരണത്തിന്റെ കേന്ദ്രവും സമൂഹത്തിലേക്കുള്ള പാലവുമാണ് കുടുംബം. അതുകൊണ്ട് തന്നെ ഒരു നല്ല കുടുംബത്തിന് ഒരു നല്ല വ്യക്തിയെ സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിയും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. പിതാവ്, മാതാവ്, മക്കൾ ഇവർ ചേർന്നാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം. സന്തോഷം നിറഞ്ഞ ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന് കുട്ടികളായ നമുക്കും വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും കാരുണ്യം കാണിച്ചും പങ്കുവെച്ചുമെല്ലാം നമുക്ക് നമ്മുടെ കുടുംബത്തെ ഒരു ഉത്തമ കുടുംബമാക്കി മാറ്റാനാവും. ഇതിനായി ചെയ്യേണ്ട കുറച്ചു കാര്യങ്ങൾ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു തരാം. നമ്മുടെ മാതാപിതാക്കൾ വളരെ കഷ്ടതകൾ സഹിച്ചാണ് നമ്മളെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർ പറയുന്നത് അനുസരിക്കുകയും ചെയ്യണം. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂട്ടുകാർ പഠിച്ചിട്ടില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അർത്ഥം, റബ്ബേ, എന്റെ ഉമ്മയോടും ഉപ്പയോടും നീ കരുണ കാണിക്കണേ, അവരെന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പോലെ. ഇത് നമ്മൾ മറക്കാതെ എല്ലാ ദിവസവും ചൊല്ലണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, വീട്ടിൽ വലിയുമ്മയോ വലിയപ്പയോ മറ്റ് ഏത് മുതിർന്ന ആളുകളുണ്ടെങ്കിലോ അവരെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കാരുണ്യത്തോടെ പെരുമാറുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മളാൽ കഴിയുന്ന വിധം ചെയ്തു കൊടുക്കുകയും വേണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ ഇനി ആരോ ഉണ്ടാവുക? ഇത്താത്തമാരോ ഇക്കാക്കന്മാരോ അനിയത്തിയോ അന്യമാരോ ഒക്കെ ഇല്ലേ? അവരെ നമ്മൾ സ്നേഹിക്കുകയും കാരുണ്യത്തോടെ പെരുമാറുകയും എല്ലാം പങ്കുവെക്കുകയും അവരോട് വഴക്കിടാതിരിക്കുകയും വേണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, വീട്ടിൽ വരുന്ന അതിഥികളെ നമ്മൾ നല്ല വിധം സ്നേഹിക്കുകയും അവരോട് സ്നേഹത്തോടെ സംസാരിക്കുകയും വേണം. ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്തു നോക്കൂ, നമ്മുടെ കുടുംബം ഒരു മാതൃകാ കുടുംബമായി മാറും, തീർച്ച. ഉമർ റളിയല്ലാഹു അൻഹുയുടെ ഭരണകാലത്ത് പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ ഒരു ഉമ്മയോട് എല്ലാം അല്ലാഹു കാണുമെന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥ കൂട്ടുകാർ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ നമുക്കും നമ്മുടെ കുടുംബത്തെ ഒരു മാതൃകാ കുടുംബമാക്കി മാറ്റാനാവും. ഇതിനായി നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും.